പാലായിൽ തെരഞ്ഞെടുപ്പ് കൊടുമ്പടി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. മാണി സി കാപ്പൻ ഭയക്കേണ്ടതായിട്ടുണ്ട്. അത് മെയ് മാസം 4-ാം തീയതി വോട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ടിവിയിലേക്ക് സ്വാഗതം. പാലായിൽ, അതെ, കേരളത്തിലെ ഏറ്റവും ഉറ്റുനോക്കുന്ന പ്രദേശം പാലായിലാണ് നിൽക്കുന്നത്. പാലായിൽ തെരഞ്ഞെടുപ്പ് കൊടുമ്പടി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. മാണി സി കാപ്പൻ മത്സരിക്കുന്നുണ്ട്, ജോസ് കെ മാണി മത്സരിക്കുന്നുണ്ട്, അതുപോലെ അഡ്വക്കേറ്റ് ഷോൺ ഉണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണി ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് പാലായാണ്. അതായത് പാലായുടെ UDF മാണി സി കാപ്പൻ്റെ ഓഫീസിന് മുന്നിലാണ്. എനിക്കറിയില്ല, അതിശക്തമായ ഒരു ത്രികോണ മത്സരമാണ് പാലായിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് മാണി സി കാപ്പൻ ഭയക്കേണ്ടതായിട്ടുണ്ട്. ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാപ്പൻ്റെ മുഖത്തൊരു ഭയമുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എനിക്ക് അങ്ങനെ ഒരു ഭയപ്പാടുമില്ല. എനിക്ക് തോന്നിയതായിരിക്കും അല്ലേ? കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ഇത്തവണ ജയിക്കും. അതെന്താണ് ശ്രീ മാണി സി കാപ്പൻ അത്ര വലിയൊരു ഉറപ്പ് തരാൻ? ഗ്രാമീണ മേഖലകളിലേക്കാണ് ഞാൻ വികസനം കൊണ്ടുവന്നിട്ടുള്ളത്. ഗ്രാമീണ ജനതയുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. ശക്തനാണ് ഷോണ്. ഒരു കാര്യമില്ല, കാരണം PC ജോർജിന്റെ മോനാണ്. കുഴപ്പമില്ല, അതായിക്കോട്ടെ. കഴിഞ്ഞ 6.5 വർഷമായി ഇവിടുത്തെ ഈ നിയോജകമണ്ഡലത്തിലെ എല്ലാ ജനങ്ങളുടെയും സുഖങ്ങളിലും ദുഃഖങ്ങളിലും പങ്കുചേർന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഷോൺ പറയുന്ന കാപ്പൻ നിലം തൊടിയാലെന്നാ. അത് മെയ് മാസം 4-ാം തീയതി വോട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ വേറൊരു സംശയം ചോദിക്കട്ടെ. ഇതുപോലെ പൈസ പല പാർട്ടിക്കാരും അങ്ങനല്ല പറഞ്ഞ് കാശ് ഇങ്ങനെ വാരി എറിയുന്നുണ്ട്. അത് വോട്ടായിട്ട് വരുമോ? പോസ്റ്റർ കൊണ്ടും ഫ്ലക്സ് കൊണ്ടും ചുവരെടുത്തുകൊണ്ടാണ് വോട്ട് തീരുമാനിക്കുന്നതെങ്കിൽ അവര് ജയിക്കും. അല്ല മാണി സി കാപ്പനെ ജനങ്ങളുടെ മനസ്സിൽ അല്ലെ ഹൃദയം കീഴടക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങ് ജയിക്കും. ആ കീഴടക്കിയിട്ടുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ജയിക്കും. ഇത്ര നാളത്തെ ഒരു ഭരണത്തിൽ അങ്ങ് എന്തൊക്കെ, ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെ പ്രവൃത്തിയാണ് ചെയ്ത്, ഇല്ലെങ്കിൽ അങ്ങേ ചെയ്യിക്കാതിരുന്നത്? 244 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ വന്നു. ഞാൻ മാണി സാറിനെതിരെ 3 പ്രാവശ്യം മത്സരിച്ചു, 3 പ്രാവശ്യം തോറ്റു. ആ 3 പ്രാവശ്യവും മാണി സാർ കാലഘട്ടങ്ങളിൽ മാണി സാർ ചെയ്ത ഒരു പ്രവർത്തനത്തിനും ഞാൻ തടസ്സം നിൽക്കാൻ പോയി. എന്തായാലും നല്ലൊരു വിജയം ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിധി തീരുമാനിക്കേണ്ടത് പ്രിയപ്പെട്ട പ്രേക്ഷകർ മാത്രമാണ്. ഇവിടുത്തെ ജനങ്ങളാണ്, പാലയിലെ ജനങ്ങളാണ്. എന്തൊക്കെയായാലും അതിശക്തമായ ഒരു ത്രികോണ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. കാപ്പൻ പറയുന്നത് കാപ്പന്റെ മുഖത്ത് ഭയമില്ല, പേടിയില്ല. കാപ്പൻ വീണ്ടും ഇത് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കല്യാണങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് പൊതുപരിപാടികളിലും അദ്ദേഹം ഇപ്പോൾ സജീവമാണ്. പാലായിൽ കാശുകൾ പലരും വാരി എറിയുന്നുണ്ടെങ്കിലും കാപ്പൻ്റെ കാശുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും വിധി എഴുതേണ്ടത് പ്രിയപ്പെട്ട പാലക്കാരാണ്, പാലാ നിയോജക മണ്ഡലത്തിലെ ആളുകളാണ്. ഏതായാലും നന്മ ജയിക്കട്ടെ, വികസനം ഉണ്ടാവട്ടെ പാലായിക്ക്. നന്ദി, സ്നേഹം, സ്വന്തം സൂരജ് പാലക്കാരൻ.